പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരു കാര്യം പറയാൻ വേണ്ടിയാണ്, ഒരു കാര്യം ജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം നേരിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതും ആദ്യമായിട്ടാണ്. എനിക്ക് പറയാനുള്ളത്, SSLC ബുക്കിനകത്ത് ഇനിഷ്യലോ പേരോ മറ്റ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തിരുത്തുന്നത് എങ്ങനെ എന്നാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് തിരുത്തുന്നതിന് വേണ്ടി ഒരുപാടിടത്ത് കറങ്ങി തിരിഞ്ഞ്, പക്ഷേ ഒന്നും നടന്നില്ല. അവസാനം ഒരുപാട് യൂട്യൂബുകൾ പരിശോധിച്ച് നോക്കി, അതിനകത്തൊന്നും അതിൻ്റെ ഒരു സൊല്യൂഷൻ നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ എൻ്റെ SSLC ബുക്ക് ഞാൻ തിരുത്തി, അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയാണെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അതായത് കൊല്ലത്ത് നിന്നും ഉമേനല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഇടത്തോട്ടൊരു വഴിയുണ്ട്, മൈലാപ്പൂർ എന്ന് പറയുന്ന സ്ഥലം. ഈ മൈലാപ്പൂർ എന്ന് പറയുന്ന സ്ഥലം നമ്മൾ ആ ഉമേനല്ലൂർ ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് പോകുമ്പോൾ ഒരു പള്ളി, ഒരു മുസ്ലിം പള്ളിയുണ്ട്, മൈലാപ്പൂർ മുസ്ലിം ജമാഅത്ത്. അപ്പോൾ ആ ജമാഅത്തിൻ്റെ അടുത്തുനിന്ന് പടിഞ്ഞാറോട്ട് ഇടത്തോട്ടൊരു വഴി കിടപ്പുണ്ട്. ആ വഴിയെ നേരെ നമ്മൾ ചേർന്ന് കയറുന്നത് ഇടത് സൈഡിലൊരു ഗവൺമെൻറ്റിൻ്റെ പ്രിൻറ്റിംഗ് പ്രസ്സുണ്ട്. അപ്പോൾ ഈ ഗവൺമെൻറ് പ്രിൻറ്റിംഗ് പ്രസ്സിലാണ് ഈ SSLC ബുക്ക് തിരുത്തുന്നതെന്നും അതിൻ്റെ റീകറക്ഷൻ ചെയ്യുന്നതെന്നും ഒരുവിധപ്പെട്ടവർക്കൊന്നും അറിയത്തില്ല എന്ന് തോന്നുന്നു. ഒരുപാട് പേർ എന്നോട് ചോദിക്കുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ ഒരു ഉത്തരം എന്നുള്ള നിലയിലാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. SSLC ബുക്കിനകത്ത് ഇനിഷ്യലോ മറ്റ് അക്ഷരങ്ങളോ തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തുന്നതിന് നമുക്ക് മൈലാപ്പൂർ ഗവൺമെൻറ് പ്രിൻറ്റിംഗ് പ്രസ്സിൽ പോയാൽ അതിന് വേണ്ടുന്ന നിർദ്ദേശങ്ങളും കാര്യങ്ങളും എല്ലാം അവർ തരും. അപ്പോൾ ഒറ്റത്തവണയെ നമുക്ക് തിരുത്താൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ തിരുത്തുമ്പോൾ നമുക്ക് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് നമ്മളെ SSLC ബുക്കുമായിട്ട് തെറ്റിക്കിടക്കുന്നുണ്ടോ ആ ഡോക്യുമെൻറ്റ്സ് മൊത്തത്തിൽ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് അത് മൊത്തത്തിൽ അറ്റസ്റ്റ് ചെയ്യണം. എന്നിട്ട് മാനുവലായിട്ടാണ് അപേക്ഷ കൊടുക്കേണ്ടത്. അത് മാത്രമല്ല, ഈ അപേക്ഷ കൊടുക്കുന്നയാൾ നേരിട്ട് ഓഫീസിലെത്തുകയും വേണം. കാരണം ഈ അപേക്ഷ കൊടുക്കുന്ന ആളിന് നേരിട്ട് ഓഫീസിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർ കാണാൻ വേണ്ടിയാണ് നേരിട്ട് വെച്ചിരിക്കുന്നത്. ഓൺലൈൻ പരിപാടിയൊന്നും നടക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് നേരിട്ട് ഈ ആപ്ലിക്കേഷൻ കൊടുക്കുക. കൊടുത്തതിന് ശേഷം അവർ നമ്മുടെ അടുത്ത് പറയും, മൊബൈലിലൊരു മെസ്സേജ് വരുമ്പോൾ 1820 രൂപ, അത് രൂപയായിട്ട് തന്നെ അടയ്ക്കണം. അല്ലാതെ ഓൺലൈൻ പരിപാടി, ഗൂഗിൾ പേ ഒന്നുമില്ല. അപ്പോൾ ഈ പൈസ അടയ്ക്കുന്നതിൻ്റെ അന്ന് അവർ പറയും, നമുക്കിപ്പോൾ ഈ അടയ്ക്കുന്നതിൻ്റെ അടുത്ത ചൊവ്വാഴ്ച നമ്മളുടെ ഈ പ്രിൻ്റ് അത് ഇവരിത് ഗസറ്റിലിടും. ഇട്ടതിന് ശേഷം അതിൻ്റെ പ്രിൻ്റ് നമ്മളെ മൊബൈലിൽ മെസ്സേജായിട്ട് വരുമ്പോൾ നമുക്കത് ഏതെങ്കിലും ഒരു ഓൺലൈനിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രിൻ്റ് എടുത്ത് തരും. അപ്പോൾ എടുത്ത് തരാണെന്നാൽ അത് അപ്പോൾ ആ പ്രിൻ്റ് വെച്ച് നമുക്ക് എന്തൊക്കെ ഡീറ്റെയിൽസുകൾ, പ്രധാനമായിട്ട് റേഷൻ കാർഡ്, ആധാർ, ID കാർഡ്, മക്കളുടെ സ്കൂൾ സർട്ടിഫിക്കറ്റുകൾ, മക്കളുടെ ബർത്ത് സർട്ടിഫിക്കറ്റുകൾ, പിന്നെ അതുപോലെ തന്നെ പാസ്പോർട്ട്, എന്തെല്ലാം കാര്യങ്ങൾ, എന്തെല്ലാം ഡോക്യുമെൻറ്റ്സിനകത്ത് ചേഞ്ചുകൾ വരുത്താനുണ്ടോ ആ ചേഞ്ച് വരുത്താനുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കൊണ്ടുപോയി ഈ ഒരു ഗസറ്റിൽ നിന്നുള്ള പേപ്പർ വെച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഗവൺമെൻറ് പ്രിൻറ്റിംഗ് പ്രസ്സിൽ പോയാൽ മതി. അപ്പോൾ തിരുവല്ല, കായംകുളം, പിന്നെ അതുപോലെ തന്നെ തിരുവനന്തപുരം അതിർത്തി പ്രദേശങ്ങളിലുള്ള ആൾക്കാർക്ക് മൊത്തം ഇവിടെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ജില്ലകളിലും പ്രിൻറ്റിംഗ് പ്രസ്സുണ്ട്. കൊല്ലം ജില്ലയിലെ പ്രിൻറ്റിംഗ് പ്രസ് മൈലാപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് കിടക്കുന്നത്. അത് അറിയാത്ത ആൾക്കാർ നേരെ ഒമേനല്ലൂർ വന്നിട്ട് മൈലാപ്പൂർ പോകുന്ന വഴി ചോദിച്ചാൽ ആൾ പറഞ്ഞു തരും. ആ മൈലാപ്പൂർ പോകുന്ന വഴിയിൽ കൂടെ പോകുമ്പോൾ നമ്മൾ ഒരു ജംഗ്ഷനിലെത്തും. ആ ജംഗ്ഷൻ്റെ ഇടത് സൈഡിൽ മൂലയ്ക്ക് മൈലാപ്പൂർ മുസ്ലിം ജമാഅത്താണ്. അതിൻ്റെ ഇടത് സൈഡിൽ കൂടെ ഒരു വഴി പടിഞ്ഞാറോട്ടുണ്ട്. അത് നേരെ 1 കിലോമീറ്ററോളം പോകുമ്പോഴത്തേക്ക് ഇടത് സൈഡിലായിട്ടാണ് വലിയൊരു കോമ്പൗണ്ടാണത്. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങൾ ക്ലിയറായി മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ SSLC ബുക്ക് തിരുത്താനുള്ള ആൾക്കാർ ഈ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ എൻ്റെ യൂട്യൂബ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ടിപ്സുകളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പോഴത്തന്നെ നിങ്ങളെ യൂട്യൂബിൽ ലഭിക്കുന്നതായിരിക്കും. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ കൂടി അമർത്തുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഇതേപോലുള്ള ഓരോരോ ടിപ്സുകളും എന്നിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.